ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ കാണുന്നത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഔട്ടിംഗ് വ്ളോഗാണ്. അതുപോലെ തന്നെ കുറച്ച് വ്ളോഗ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം വഴിയെ വരുന്നതാണ്. മിസ് ആവാതിരിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ചില വീക്കെൻഡിലൊക്കെ നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങാറുണ്ട്. അതും പോകുമ്പോൾ ഫുൾ ഫാമിലി ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഇപ്രാവശ്യം പുറത്തോട്ട് പോയപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. നല്ലൊരു അടിപൊളി വൈബായിരുന്നു ഇന്നത്തെ ഈ ഒരു ഡേ. മെയിൻലി നമ്മുടെ ലക്ഷ്യം പുറത്തുനിന്ന് ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയാണ് നമ്മൾ ശംഖുമുഖത്തിന്റെ അടുത്തോട്ടെങ്കിലും എത്തിയത്. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും സണ്ണിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നേ. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈമിൽ നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ല. എന്നിട്ട് കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് ലേറ്റായി. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയത് വന്നിട്ട് സൺഡേ ആണേ. അത് മാത്രമല്ല, അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയെന്ന് അവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ എന്തായാലും വന്നതല്ലേ ഇറങ്ങാമെന്നും പറഞ്ഞ് പോയി നോക്കിയപ്പോഴും സെയിം അവസ്ഥയായിരുന്നേ. ഈ നമ്മൾ നിൽക്കുന്ന അറ്റം വരെ മണ്ണിൻ്റെ ഭിത്തി പോലാണ്. ബാക്കി അങ്ങോട്ട് ഫുൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. നമുക്ക് ഇച്ചിരി പോലും കാല് നനയ്ക്കാൻ പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തേരയുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഇപ്രാവശ്യം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഡേഞ്ചർ സോണായിട്ടാണ് മാറിയിരിക്കുന്നത് ശംഖുമുഖം. പിന്നെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നേ. ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ കുറേ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നടന്നപ്പോഴാണ് ഈ ഒരു ബൊമ്മ കട എൻ്റെ കണ്ണിൽ പെട്ടത്. അതിലൊരു ബൊമ്മ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവിടെ നിന്ന് ഈ പറഞ്ഞ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കുറേ നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കപ്പലണ്ടി. കാരണം നല്ല ചൂടായിരുന്നു. ചില സമയത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഭയങ്കര തണുത്തിരിക്കും. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് കൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ആസ് യൂഷ്വൽ കപ്പലണ്ടിയൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരുന്ന് കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഭയങ്കര എൻജോയ്മെൻറ്റിലൊക്കെ അങ്ങനെ ഇരിക്കുക. സത്യം പറയൽ ഈ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഈ ഒരു ഗേള് കുറച്ച് ബാഗ് വിൽക്കുന്നതായിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നത്. ആദ്യം നമുക്ക് കണ്ടപ്പോൾ കുഞ്ഞു പിള്ളേരുടെ ബാഗ് പോലാണ് ഫീൽ ചെയ്തത്. ഇതിനകത്ത് 2 റോ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിബിൻ്റെ ക്വാളിറ്റിയും ആ ഒരു ബാഗിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ്. നമ്മൾ വാങ്ങുമെന്ന് മനസ്സിലായപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് അറ്റ് എ ടൈം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സെറ്റിൽ നിന്ന് 2 ബാഗ് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗസ് ചെയ്യണേ നമ്മൾ ഏതാ വാങ്ങിച്ചതെന്ന്. ഒരു ബാഗ് 100 റുപ്പീസേ ഉള്ളടാ. ആ ഒരു 100 റുപ്പീസിന് ഭയങ്കര വെർത്തും നല്ല ക്വാളിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് മേടിച്ചത്. പിന്നെ അവിടെ ഇരുന്നപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് പോകണം. അതാണ് നമ്മുടെ മെയിൻ പ്ലാൻ. പിന്നെ അതിന് പോകുന്നതിന് മുന്നേ തന്നെ ഭയങ്കര തിരമാല, അതുമാത്രമല്ല കുറേ സ്ഥലങ്ങൾ ഇടിഞ്ഞു കിടക്കുക ശംഖുമുഖം. അതുകൊണ്ട് നമുക്കവിടെ കടലിലിറങ്ങാൻ പറ്റിയില്ല. ബാക്കിയൊക്കെ അടിപൊളി. ഈ ശംഖുമുഖം ഒരിക്കലും മടുക്കാത്തൊരു സ്പോട്ടാണ്. എന്ന് വെച്ചാൽ എപ്പോഴും പോയാൽ മടുക്കും, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു കടൽ, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര പ്ലസൻ്റ് ആണ്. നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു ഇടം കൂടാണ് ഈ ഒരു ശംഖുമുഖം. അപ്പോൾ നമ്മൾ അതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ കാറിൽ കയറി നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ്. നമ്മൾ നേരെ പോകുന്നത് സംസമിലാണ്. അതും കഴക്കൂട്ടത്തെ സംസമിലാണ്. ഇവിടെ നമ്മൾ വരാനുള്ള റീസൺ വന്നിട്ട് ഇവിടെ ഇപ്പോൾ പുതിയ ഡിഷുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഡൈനാമിക് മന്തി പോലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വീക്കെൻഡ് ആയിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇങ്ങനെ വല്ലപ്പോഴും പുറത്തു പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതും എല്ലാവരും ഒരുമിച്ചുള്ളപ്പോഴാണ്. അങ്ങനെ നമ്മൾ ചെന്നിട്ട് നമ്മൾ നേരെ മേളിലോട്ടാണ് കയറിയത്. അവിടെ ചെന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്ത് വരാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കുറേ ഗോസിപ്പുകളും സംസാരങ്ങളും കഥയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നേ. ഈ മെനു ഒക്കെ ചുമ്മാതെയാണ് നോക്കുന്നത്. ഇതിനകത്തുള്ള സാധനങ്ങളൊന്നും അല്ല നമ്മൾ ഓർഡർ ചെയ്തത്. വെറൈറ്റി നമ്മുടെ മനസ്സിലുള്ള പേരുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് തരാനുണ്ടായിരുന്ന കോംപ്ലിമെൻ്ററി സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജ്യൂസായിരുന്നു. സത്യം പറയാൻ ഇതെന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അതേപടി അവിടെ തിരിച്ചു വെച്ചായിരുന്നേ. പിന്നെ നമ്മുടെ നല്ല അടിപൊളി സാധനമായിട്ടുള്ള ഈ ഒരു സൂപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ക്രീമി ചിക്കൻ സൂപ്പാണേ. ഗൈസ്, ഇനിയാണ് ഏറ്റവും വലിയൊരു വിറ്റ് വരാൻ പോകുന്നത്. നമുക്ക് കൊണ്ട് തന്നതിൽ പെപ്പറും സോൾട്ടും ഉണ്ടായിരുന്നു. ഇത് വൈറ്റ് പെപ്പർ ആയിരുന്നു. അതിൻ്റെ ഹോൾ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി കുറേ നേരം അങ്ങനെ പോയ
അടിപൊളിയായിരുന്നേ. സത്യത്തിൽ അതിൻ്റെ ഹോൾ അതിൻ്റെ സൈഡിൽ തന്നെ ആയിരുന്നു, മേളിലൊക്കെ നോക്കി വെറുതെ കഷ്ടപ്പെട്ടായിരുന്നേ. അങ്ങനെ ഈ ഒരു സൂപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ടേസ്റ്റ് ചെയ്തു. നമ്മൾ എവിടെ പോയാലും മേടിക്കുന്ന ഒരേ ഒരു സാധനമാണിത്. കിഡിലൻ ടേസ്റ്റാണ്. ഇത് കോക്കനട്ട് മിൽക്കിൽ വരുന്ന ഒരു അടിപൊളി സൂപ്പാണ്. എന്തായാലും നിങ്ങളിവിടെ പോവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് സ്റ്റാർട്ടേഴ്സായിട്ട് ഗാർലിക് പ്രോൺസ് ആണ് ഓർഡർ ചെയ്തത്. ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ്. ഇത് ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാണ്ടാണെങ്കിൽ അത്ര പോരായിരിക്കും, ബട്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സോസിൻ്റെയൊക്കെ അടിപൊളി ഫ്ലേവർ ആയിരുന്നു. പിന്നെ വന്നത് ഈ ഒരു വൈറ്റ് സോസ് പാസ്ത പോലെ തന്നെ വൈറ്റ് സോസ് നൂഡിൽസ് ആണ്. അത്യാവശ്യം മാക്ക് ആൻഡ് ചീസ് പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇത് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടുമിക്കപ്പെട്ടവർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം വൈറ്റ് സോസ് പാസ്ത ലവേഴ്സ് ആണെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു സംസമിൽ വരാനുള്ള കാരണം തന്നെ ഈ ഒരു മന്തിയാണ്. ഇത് ഡൈനാമിക് ചിക്കൻ മന്തിയാണ്. എൻ്റെ പൊന്നോ അടിപൊളിയാണ്. ഇതെന്തായാലും നിങ്ങളിവിടെ വരുമ്പോൾ ട്രൈ ചെയ്യണേ. ബാക്കി ഒന്നും മേടിച്ചില്ലെങ്കിലും ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ചിക്കൻ 65ഉം ബീഫും അതുപോലെ തന്നെ മട്ടൺ ഇതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മന്തി ഞാൻ കഴിക്കുമ്പോൾ തന്നെ ആ ഉള്ളൊരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ചിക്കൻ മാത്രം കഴിക്കാൻ തന്നെ അടിപൊളി ഫ്ലേവറാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, അത് ഞാൻ എടുത്ത് പറയാം. അങ്ങനെ ഹെവി ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് മേടിച്ചത് ഈ ഒരു കുനാഫ ആയിരുന്നേ. എൻ്റെ പൊന്നെ, ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ വാങ്ങിയ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മേടിച്ച ഈ ഒരു കുനാഫയുടെ റേറ്റ് വന്നിട്ട് 300 സംതിങ് ആണ്. ഇത് ന്യൂട്ടല്ല കുനാഫയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം വാനില ഐസ്ക്രീം, ഓറഞ്ച് ജ്യൂസും ബ്രൗണി വിത്ത് ഐസ്ക്രീം ഒക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നീണ്ട കുറേ നേരത്തെ ഫുഡ് അടിക്ക് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് നമ്മളിതാ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന ടൈമിൽ അത്യാവശ്യം നല്ല മഴയായിരുന്നേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.